ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ആഫ്രോ ബീറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ആഫ്രോ ബീറ്റ് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂഡിലുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പെർക്കഷൻസ് ഒന്നും കേട്ടിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ആഫ്രോ ബീറ്റിന് വേണ്ടതായിട്ടുള്ള കുറച്ച് പരിപാടികൾ മാത്രമാണ് നമ്മൾ അതിനകത്ത് ചെയ്തേക്കുന്നത്. അതിന്റെ അനുസരിച്ച് അതിന്റെ ഒരു ഗ്രൂവ് എന്തായാലും അതിനകത്ത് വേണം. അപ്പോൾ അതിനുള്ള മാത്രമേ നമ്മൾ ഡ്രംസ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന്റെ ബി പി എന്ന് പറയുന്നത് 93 നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ മെലഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് ഒരു കോഡ്സ് കൊടുക്കണം. അപ്പോൾ ഞാൻ കോഡ്സും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 1 to 5 വരുന്നതിൽ അല്ലെങ്കിൽ 4 bars ഞാൻ അതിനെ ഒന്ന് എടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. സോ നമുക്കിനി കുറച്ച് ആഫ്രോ റിതംസ് നമുക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഡ്രം ട്രാക്ക് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 വുഡിൻ്റെ സൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അതിൽ നമ്മൾ ഇട്ടേക്കുന്നത് ഇപ്പോൾ 1/16 എന്നുള്ളതിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമുക്കതിൽ ഒരു റിതം നമുക്ക് കൊടുത്ത് നോക്കാം. ഓക്കെ, കൊള്ളാം. ഓക്കെ, നമുക്കത് നേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. കറക്റ്റ് ടൈമിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ ആകെ നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് രീതിയിൽ തന്നെ അപ്പുറത്ത് പോയി കിടക്കും കേട്ടോ. And yeah, that's it. Yes, nice. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് നമ്മൾ ആദ്യത്തെ റിതം കൊടുത്തിട്ട് നമുക്ക് അതിന് മെയിൻ സ്നെയർ നമ്മൾ കൊടുക്കണം. സ്നെയർ അല്ലെങ്കിൽ നമ്മുടെ റിമിൻ ഷോട്ട് നമുക്ക് കൊടുക്കണം, കറക്റ്റ് അതിനനുസരിച്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്നതിനെ നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഇട്ടു. വീണ്ടും നമ്മളതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. Let's go.
ഓക്കെ, മൂവിങ് ഓൺ. നമുക്ക് കിക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, നൈസ്. അപ്പോൾ ഒരു പറയുന്ന നമ്മുടെ ഇമോഷൻ ഒന്ന് കണക്ട് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ ബാക്കിയും കൂടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടാം. അപ്പൊ നമ്മൾ കിക്ക് കൊടുത്തു. ഇനി നമുക്ക് ചെറിയൊരു പരിപാടി നടത്താം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാമ്പിളിനെ നമുക്ക് എടുത്തിട്ട് ഒന്ന് റീസാമ്പിൾ ചെയ്ത് മാറ്റാം. നമുക്ക് വേറൊരു മൂഡിലേക്ക് കുറച്ചുകൂടെ ഒന്ന് മാറ്റി നോക്കാം. വേറൊരു സ്കെയിലിലേക്ക് നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മൾ 4 സെമി ടോൺസ് നമ്മൾ കയറ്റിയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ആ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഈ പറയുന്ന ലെവൽസിന്റെ തൊട്ട് താഴെ ഒരു ചെറിയ ഒരെണ്ണം കിടപ്പുണ്ട്. അതിനകത്ത് +4 എന്ന് പറഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത് ബേസ് ചെയ്യണം. അപ്പൊ നമ്മൾ ബാസ് ഫിംഗർ വേവ്സിന്റെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലാപ്പ് കുറച്ച് ടാസ്ക് ആണ്, കുറച്ച് സീനാണ്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡും അതും കൂടെ വന്നു കഴിയുമ്പോഴത്തേനും വൻ ലാഗ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ അതിനെ ഒരു ഫ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. മിഡി ഫോർമാറ്റിലായിരിക്കില്ല കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കാം. നൈസ്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കൊരു സിന്ത് ബേസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ അടിയിലോട്ടൊരു ഒരു സൈൻ വേവ് നമുക്ക് നൈസായിട്ടൊന്ന് ഇട്ട് നോക്കാം. കാരണം അതിൽ ഒന്ന് വേണ്ട കുറച്ച് ബേസ് എലമെന്റ്സ് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ആക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ബേസ് ഗിറ്റാറിൽ കൊടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടെ കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മളിവിടെ C1 തുടങ്ങി നോക്കാം. നമ്മൾ ഈ സൗണ്ടിനെ താരതമ്യേന മറ്റേത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ താഴ്ത്തിയാണ് എടുക്കുന്നത്. ഒരുപാട് നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് ആ ഒരു ബേസ് കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബ്യൂട്ടിഫുൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ സാധനം ഫുൾ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് കുറച്ച് ക്രാഷസും പരിപാടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് കേട്ട് നോക്കാം. ലെറ്റ്സ് ഗോ. ഭയങ്കര ടച്ചിങ് ആണ്. സാമ്പിൾ കൊള്ളാം. ലെറ്റ്സ് ഗോ.
വേഴ്സ് വരുന്നു. ഏയ് ഏയ് ഇമോഷണൽ, ടു മച്ച് ഇമോഷണൽ. ഹുക്കിലോട്ട് കയറാൻ പോണു വീണ്ടും. ഏയ് ലെറ്റ്സ് ഗോ. Let's go. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണോട് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.